നമ്മുടെ അനുഗ്രഹം പലതും ശത്രു തട്ടിക്കൊണ്ടുപോയി. പോകാമവൻ കോട്ടയ്ക്കുള്ളിൽ ബലമായി പിടിച്ചെടുക്കാം. നീ കൊണ്ടുപോയ നന്മകൾ ഇപ്പോൾ തന്നെ മടക്കുക. ഒട്ടും കുറയ്ക്കാതവയെല്ലാം തിരികെ തരിക. എൻ്റെ ബുദ്ധിയും എന്നാരോഗ്യവും എല്ലാം ദൈവം തന്ന നന്മയല്ലോ. ആയതിന്മേലിനി നോട്ടം വയ്ക്കുവാൻ സാത്താനെ നിനക്കു കാര്യമില്ല. നീ കൊണ്ടുപോയ നന്മകൾ ഇപ്പോൾ തന്നെ മടക്കുക. ഒട്ടും കുറയ്ക്കാതവയെല്ലാം തിരികെ തരിക. നീ കൊണ്ടുപോയ നന്മകൾ ഇപ്പോൾ തന്നെ മടക്കുക. ഒട്ടും കുറയ്ക്കാതവയെല്ലാം തിരികെ തരിക. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. യാക്കോബ് 4 അതിൻ്റെ 7-ാം വചനം ഇങ്ങനെ പറയുന്നു: ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ പിശാച് എപ്പോഴും മോഷ്ടിക്കുന്നവനാണ്. എന്നാൽ യേശു ക്രിസ്തു പിതാവാം ദൈവം നമുക്ക് നൽകുന്നവനാണ്. നമ്മുടെ നന്മകളൊന്നും മോഷ്ടിക്കാത്ത ആളാണ്. നമുക്ക് പിശാചിനെ തോൽപ്പിച്ച് നമ്മൾ ജയാളികളാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എങ്ങനെയാണ്? യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്ക് വേണ്ടി കാൽവറി യാഗമായതുകൊണ്ട്, അവസാനത്തുള്ളി രക്തം ചൊരിഞ്ഞു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് പിശാചിൻ്റെ സകല പ്രവൃത്തികളെയും കാൽച്ചോട്ടി വെച്ചു. കാൽവറിയുടെ ചുവട്ടിൽ പിശാചിനെ പരാജയപ്പെടുത്തി. അത് നമ്മൾ തിരിച്ചറിയണം. ആൻഡമാൻസ് നിക്കോബാർ ദ്വീപുകളിൽ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞും ബ്രിട്ടീഷുകാരുടെ അടുത്ത് അവർ തല കുനിച്ചു നിന്നു. കാര്യം എന്താ? അവർ തിരിച്ചറിഞ്ഞില്ല സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും ദൈവമക്കൾ തിരിച്ചറിയേണ്ടത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇനിയും കീഴടങ്ങേണ്ട, പിശാചിനെ സല്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല, പിശാചിന് കീഴടങ്ങേണ്ട കാര്യമില്ല. നമ്മൾ ജയാളികളാണ്. ലോകത്തെ ജയിച്ച ഒരുവൻ നിങ്ങളുടെ അകത്തുണ്ട്, മരണത്തെ ജയിച്ച ഒരുവൻ നിങ്ങളുടെ അകത്തുണ്ട്. പക്ഷേ നമ്മൾ പിശാചിൻ്റെ പ്രവൃത്തികളോട് എതിർത്ത് നിൽക്കണം. രോഗം തരുന്നത് ദൈവമാണെന്ന് പറഞ്ഞിരിക്കരുത്, പകരം പിശാച് തരുന്നതാണ്. നമ്മൾ തിരിച്ചറിഞ്ഞ് പിശാചിൻ്റെ പ്രവൃത്തിയെ അഴിക്കാൻ ശ്രമിക്കണം. എല്ലാ രോഗത്തിൻ്റെയും എല്ലാ അസ്വസ്ഥതയുടെയും പിന്നിലൊരു പിശാചിൻ്റെ പ്രവൃത്തിയുണ്ട്. അതിനെ അഴിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. അതിന് അധികാരമാണ് നമുക്ക് തോന്നിയത്. അതാ കർത്താവ് പറഞ്ഞ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അപ്പം ചിലർക്കൊരു പേടിയുണ്ട്, പിശാചിൻ്റെ പ്രവൃത്തിയെ ശാസിക്കുമ്പോൾ തിരിച്ചടിക്കും. ഇല്ലില്ല, അതിനെ അധികാരം നിങ്ങൾക്കുണ്ട്. എന്നിട്ട് പറയാം, ഒന്നും നിങ്ങൾക്കൊരു ദോഷവും ചെയ്യത്തില്ല. കാര്യം എന്താ? നമ്മളല്ല ശരിക്കും ഇത് ചെയ്യുന്നത്. നമ്മളിൽ ലോകത്തെ ജയിച്ച ഒരുവൻ വന്നിരിക്കുന്നു, മരണത്തെ ജയിച്ച ഒരുവൻ വന്നിരിക്കുന്നു, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരുവൻ വന്നിരിക്കുന്നു, അസാധ്യതകളെ സാധ്യമാക്കുന്ന ഒരുവൻ നമ്മുടെ അകത്ത് വന്നിരിക്കുന്നു, ലോകത്തെ ജയിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഇനിയും പിശാചിനല്ല കീഴ്പ്പെടേണ്ടത്, കർത്താവിനെ കീഴ്പ്പെടേണ്ടത്, കർത്താവിനെ അനുസരിക്കേണ്ടത്. ഇവിടെ പറയാണ്, എന്നാൽ ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം. ദൈവത്തിന് കീഴടങ്ങണം എന്നിട്ട് പറയാം, പിശാചിനോട് എതിർത്ത് നിൽക്കണം. എന്നിട്ട് പറയാം, എന്നാൽ അവൻ നിങ്ങളെ വിട്ടു. അത്രേ ഉള്ളൂ പിശാച്. നമ്മുടെ വീട്ടിലെ നമ്മുടെ പെരയ്ക്കകത്തോട്ടൊരു പട്ടി കയറി വന്ന് നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? അതിൽ നിന്ന് കുറച്ചാലും നമ്മളതിനെ പുറത്താക്കും. എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ നന്മ മോഷ്ടിക്കുന്നത് പിശാചാന്ന് തിരിച്ചറിഞ്ഞ് ആ പിശാചിൻ്റെ പ്രവൃത്തികളെ പുറത്താക്കണം. ആ പിശാചിൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണ് കയറുന്നത്? നമ്മളുള്ള സമാധാനം നഷ്ടപ്പെടുത്തും. നമ്മളിൽ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, നാവിലൂടെയാണ് പിശാച് കയറുന്നത്, അല്ലേ? പറയുകയാണ് ഇവിടെ ദിവസവും നമ്മൾ പഠിപ്പിക്കുന്നു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ പിശാച് വരുന്നില്ല, ജീവനുണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകും. എങ്ങനെയാണ് പിശാച് വരുന്നത്?
പിശാച് ഒരു വേഷം ധരിച്ച് നമ്മുടെ മുമ്പിൽ വരികയാണോ? ഇല്ല. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിലൂടെ ആയിരിക്കാം പിശാച് വർക്ക്. പക്ഷെ അപ്പം അവരല്ല, പക്ഷേ അത് വർക്ക് ചെയ്യുന്നത് നമ്മൾ തിരിച്ചറിയണം. പിശാച് അവരിൽ കൂടെ പ്രവർത്തിക്കും, നമ്മൾ അവരോടാണ് വാശി കാണിക്കുന്നത്. ആ ജഡരക്തങ്ങളോട് പോരാട്ടം ഇല്ലെന്നാണ് പറഞ്ഞത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയാം, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ നമുക്ക് പ്രശ്നമുള്ളത്. അല്ലാതെ നമുക്ക് ജഡരക്തങ്ങളോട് പോരാട്ടമൊന്നുമില്ല. അവിടെ പറയണം, ഒടുവിൽ സർവായുധ വർഗം ധരിച്ചാൽ മതി രക്ഷപ്പെടാൻ. ഒടുവിൽ കർത്താവിൽ അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയണ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. കാര്യം പോരാട്ടമുള്ളത് നമ്മുടെ ജഡരക്തങ്ങളോടല്ല, പക്ഷെ അവരിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ സംസാരത്തിലൂടെയാണ് വരുന്നത്. പക്ഷെ അവരോട് നമ്മൾ പോരാടിയിട്ട് കാര്യമില്ല. ഒരാളോട് ഭാരം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളെ ഉപദ്രവിക്കുന്ന ആളോട് ഭാരം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ രോഗികളായിത്തീരും, ഞാനും നിങ്ങളും രോഗികളായിത്തീരും. അവരിൽ വർക്ക് ചെയ്യുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്, പിശാചിൻ്റെ പ്രവൃത്തിയുണ്ടെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളോട് എതിർത്ത് സംസാരിക്കുന്ന, മോശമായി സംസാരിക്കുന്ന ആളോട് തിരിച്ച് മോശമായി സംസാരിക്കാനല്ല, പകരം അവരോട് ക്ഷമിക്കാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ. അതാണ് ആ ആയുധങ്ങളെ നമ്മൾ അരയ്ക്ക് സത്യം കെട്ടണം, നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷത്തിന് ഉള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്തുന്നതായി വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്രം എടുക്കണം. നമ്മൾ തിരിച്ചറിയണം, നമ്മൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. 1 പത്രോസ് 5:8-9 നമുക്ക് വരാം. 1 പത്രോസ് 5:8-9 പറയാണ്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടതെന്ന് തിരിച്ചറിയാൻ ചുറ്റും നടക്കുന്നു. സിംഹം എന്ന പോലെ സിംഹമല്ല. സകല അധികാരവും കർത്താവിൻ്റെ കയ്യിലാണ്. പിശാചിൻ്റെ കയ്യിൽ ഇനി അധികാരമൊന്നുമില്ല. പക്ഷെ പിശാച് നമ്മളെ ഭയപ്പെടുത്തുന്നു, ഭാരം കൊണ്ടുവരുന്നു, ചിന്താകുലങ്ങൾ കൊണ്ടുവരുന്നു, നാളെ എന്തായി തീരുമെന്നുള്ള ചിന്തകളും ഉണ്ടെന്ന്. കോവിഡ് വന്ന അല്ല പലരും മരിച്ചത്, കോവിഡിൻ്റെ ഭാരം ഉള്ളിൽ പിശാച് കൊണ്ടുവന്ന പലരും തകർന്നു പോയത്. രോഗത്തിൻ്റെ ഭാരമാണ് കൊണ്ടുവരുന്നത്, മരണഭീതി കൊണ്ടുവരും പിശാച്. പക്ഷെ പിശാചിൻ്റെ പ്രവൃത്തി തന്ത്രം നാം തിരിച്ചറിയണം. ഒരു രോഗത്തിനും എന്നെയോ നിങ്ങളെ തകർത്ത് കളയാൻ കഴിയത്തില്ല. ലോകത്തെ ജയിച്ച ഒരാൾ നമ്മുടെ അകത്തുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. മരണത്തെ ജയിച്ച ഒരുവൻ നമ്മുടെ അകത്തുണ്ടെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഇവിടെ പറയാണ്, അതിൻ്റെ 1 പത്രോസ് അതിൻ്റെ 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കും. അതുകൊണ്ട് 6 മുതൽ, അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളുടെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴ് താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നാകാൽ നിങ്ങളുടെ സകല ചിന്താകുലും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. സകല ചിന്താകുലും ഇടണം. ചിന്താകുലം വലിയ രോഗത്തിലേക്ക്, വിഷയത്തിലൂടെ, അതൊക്കെ പിശാച് കൊണ്ടുവരും. നല്ല വലിയ കുന്തം കൊണ്ട് കുത്തുവല്ല. ചിന്താകുലം നാളെ എന്തായി തീരും. ഇതുവരെ കർത്താവ് നടത്തിയില്ലേ? മക്കളുടെ ഭാവി ഇതുവരെ ബെസ്റ്റായിട്ട് നടത്തി, ഇനിയും നടത്തും. ചിന്താകുലം അവൻ്റെ മേലിട്ടുകൊള്ളണം. എന്നിട്ട് നിർമ്മലായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആഴെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കുക. ആ പിശാചിൻ്റെ തന്ത്രം തിരിച്ചറിയുക. സിംഹം അല്ല, സിംഹം എന്ന പോലെ. അതുകൊണ്ട് നമുക്കിന്ന് പ്രഭാതത്തിൽ ഒരു തീരുമാനം എടുക്കാം. ദൈവത്തിന് കീഴടങ്ങാം, ദൈവവചനത്തിന് കീഴടങ്ങാം, അത് വിശ്വസിക്കാം, പിശാചിനോട് എതിർത്ത് നിൽക്കാം. എന്നാൽ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിശാചിനെ ജയിക്കാനുള്ള അധികാരം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഇനി പിശാചിന് സല്യൂട്ട് ചെയ്യുന്നവരായിട്ടല്ല, ദൈവത്തിന് കീഴടങ്ങുന്നവരായി, ദൈവത്തെ നമസ്കരിക്കുന്നവരായി, ദൈവത്തെ ആരാധിക്കുന്നവരായി തീരാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ ഞങ്ങൾക്കിടയാകണം. ഇനി സർവായുധ വർഗ്ഗങ്ങൾ ധരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കും. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. നമ്മുടെ അനുഗ്രഹം പലതും ശത്രു തട്ടിക്കൊണ്ടുപോയി, പോകാം അവൻ കോട്ടയ്ക്കുള്ളിൽ ബലമായി പിടിച്ചെടുക്കാം. നീ കൊണ്ടുപോയ നന്മകൾ ഇപ്പോൾ തന്നെ മടക്കുക, ഒട്ടും കുറയ്ക്കാതവയെല്ലാം തിരികെ
തരിക.